കോൺഗ്രസ് നേതൃത്വത്തെ വീണ്ടും വെട്ടിലാക്കി ശശി തരൂർ എം പി. ഇസ്രായേൽ എംബസിയുടെ വിരുന്നിൽ പങ്കെടുത്താണ് തരൂർ കോൺഗ്രസ് നേതൃത്വത്തിന് പുതിയ തലവേദന സൃഷ്ടിച്ചിരിക്കുന്നത്. പലസ്തീനിലും ഇറാനിലും ഇസ്രായേൽ നടത്തിയ ആക്രമണങ്ങളെ സോണിയാഗാന്ധി ഉൾപ്പെടെയുള്ള നേതാക്കൾ അപലപിക്കുന്നതിനിടയിലാണ് തരൂർ ഇസ്രായേൽ സ്ഥാനാപതിയുടെ സൽക്കാരം സ്വീകരിച്ചത്. ശശി തരൂർ എം പി ഇസ്രായേൽ എംബസിയുടെ വിരുന്നിൽ പങ്കെടുത്തത് പാർട്ടിയെ അറിയിക്കാതെ ആയിരുന്നുവെന്നാണ് കോൺഗ്രസ് വൃത്തങ്ങൾ പറയുന്നത്. പലസ്തീനിലും ഇറാനിലും ഇസ്രായേൽ നടത്തിയ ആക്രമണങ്ങളിൽ ഇന്ത്യ സ്വീകരിച്ച നിലപാടിനെ കോൺഗ്രസ് നേതാവ് സോണിയാഗാന്ധി ചോദ്യം ചെയ്തിരുന്നു. ഇസ്രായേലിൻ്റെ നടപടികളിൽ ഇന്ത്യ പാലിക്കുന്ന മൗനം മൂല്യങ്ങൾ അടിയറ വയ്ക്കുന്ന നടപടിയാണെന്നായിരുന്നു ഒരു ദിനപത്രത്തിൽ എഴുതിയ ലേഖനത്തിൽ സോണിയാഗാന്ധി വിമർശിച്ചത്. ഇതിന് തൊട്ടു പിന്നാലെയാണ് കോൺഗ്രസ് എം പിയായ ശശി തരൂർ ഇസ്രായേൽ എംബസി സംഘടിപ്പിച്ച വിരുന്ന് സൽക്കാരത്തിൽ പങ്കെടുത്തത്. കഴിഞ്ഞ 27-നാണ് ഇന്ത്യയിലെ ഇസ്രായേൽ സ്ഥാനാപതി റൂവൻ അസറിൻ്റെ വസതിയിൽ നടന്ന വിരുന്നിൽ തരൂർ പങ്കെടുത്തത്. ഉച്ചയൂണിനൊപ്പം പശ്ചിമേഷ്യയിലെ ഇപ്പോഴത്തെ സംഭവ വികാസങ്ങളെക്കുറിച്ചുള്ള ചർച്ചയുണ്ടാവുമെന്നും വിദേശകാര്യ പാർലമെന്ററി സമിതിയുടെ അധ്യക്ഷനായ തരൂർ ഉൾപ്പെടെ ഏതാനും എം പിമാർ പങ്കെടുക്കുമെന്നും വ്യക്തമാക്കിയാണ് സ്ഥാനാപതി മറ്റു പലരെയും ക്ഷണിച്ചത്. തരൂരിന് പുറമെ കേന്ദ്രമന്ത്രി രവിശങ്കർ പ്രസാദ്, BJPയുടെ രാജ്യസഭാംഗം കിരൺ ചൗധരി തുടങ്ങിയവരും പരിപാടിയിൽ പങ്കെടുത്തതായാണ് സൂചന. തരൂരിൻ്റെ സമീപകാല നിലപാടുകളോട് യോജിക്കാത്തപ്പോഴും ഓരോ നടപടിയും ചർച്ചയാക്കാൻ കോൺഗ്രസ് താൽപ്പര്യപ്പെടുന്നില്ലെന്നും തരൂർ സ്വയം തിരുത്തണമെന്നുമാണ് പ്രതീക്ഷയെന്നും പാർട്ടി വൃത്തങ്ങൾ പറഞ്ഞു.